എല്ലാവർക്കും ശ്രീ മാത്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്സ് ചോദ്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ താഴെ പറയുന്ന ശ്രേണിയിൽ അടുത്ത സംഖ്യ ഏത്? അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ ശ്രേണിയുടെ പ്രത്യേകത ഇതിനെ കൂട്ടി നോക്കുമ്പോഴൊന്നും ഒരേ ഗ്യാപ്പൊന്നും അല്ല വരുന്നത്. അപ്പം ഇനി അടുത്ത പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. 15ഉം 16ഉം കൂടെ കൂട്ടുമ്പോഴാണ് 31. 15ഉം 16ഉം കൂടെ കൂട്ടുമ്പോഴാണ് 31. ഇനി 31ഉം 16 എടുത്താൽ 17ഉം കൂടെ കൂട്ടുമ്പോൾ 48. ഇനി ഈ 48ഉം 18ഉം കൂടെ കൂട്ടും. ഇവിടെ 15ഉം 16ഉം കൂടെ ആദ്യത്തെ 15ഉം അതിൻ്റെ കൂടെ 16ഉം കൂടെ കൂട്ടപ്പോൾ 31. ഇനി ഈ 31ഉം പിന്നെ തൊട്ടടുത്ത സംഖ്യ 17ഉം കൂടെ കൂട്ടിയപ്പോൾ 48. അങ്ങനെ ശ്രേണി പോയേക്കും നോക്കാം. ഇനി ഈ 48ഉം എടുത്താൽ 16, 17, 18, 18ഉം കൂടെ കൂട്ടുമ്പോൾ 66. ഇനി ഈ 66ഉം 16 കൂട്ടി 17 കൂട്ടി 18 കൂട്ടി ഇനി അടുത്ത 19 കൂടെ കൂട്ടുമ്പോൾ 85. ഇനി ഈ 85ഉം 20, 16 കൂട്ടി 17 കൂട്ടി 18 കൂട്ടി 19 കൂട്ടി 20 കൂട്ടണം. അപ്പം 105 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെ കണ്ടെത്തുക. നെ കണ്ടെത്താൻ നോക്കാമല്ലോ. 246, 352, 453, 507, 633 നോക്കാം. നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്തുവാന്ന് ഏതാ വേറിട്ട് നിൽക്കുന്നത് നോക്കാം. ഇവിടെ 6ഉം 2ഉം 4ഉം 6ഉം 6 ഈ അക്കങ്ങൾ കൂട്ടുമ്പോൾ 12 കിട്ടും. ഇവിടെ 3ഉം 5ഉം 8ഉം 2ഉം 10 ഇത് 10 കിട്ടും. ഈ അക്കങ്ങൾ കൂട്ടുമ്പോൾ 12 കിട്ടും. 8 4 12. അടുത്തത് 7 5 12, 6 3 9 3 12. അപ്പൊ ഈ ഓപ്ഷൻ 352 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബാക്കി എല്ലാ സംഖ്യകളിലെ അക്കങ്ങൾ കൂട്ടി നോക്കുമ്പോൾ 12 കിട്ടുന്നത്. ഇത് മാത്രം 10 കിട്ടുന്നത്. അപ്പൊ ഒറ്റയാൻ ഏതാണ്? 352 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ ഒരാൾ ഒരിടത്തേക്ക് സൈക്കിളിൽ പോകാനും തിരിച്ച് നടന്നു വരാനും ആകെ 12 മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൈക്കിള് പ്ലസ് നടന്നാണെങ്കിൽ 12 മണിക്കൂർ. 2 വഴിക്കും സൈക്കിൾ ആണെങ്കിൽ 2 മണിക്കൂർ ലാഭിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 12 2 പറയും 10 മണിക്കൂർ. അപ്പൊ 2 വഴിക്കും സൈക്കിൾ പ്ലസ് സൈക്കിൾ ആണെങ്കിൽ 10 മണിക്കൂർ. അതായത് 2 സൈക്കിൾ ആണെങ്കിൽ 10 മണിക്കൂർ. അപ്പൊ ഒരു വഴിക്ക് സൈക്കിൾ ആണെങ്കിൽ 10/2 5 മണിക്കൂർ വരും. അപ്പൊ സൈക്കിൾ പ്ലസ് നടന്ന് ആണെങ്കിൽ 12 മണിക്കൂറാണ് തന്നിട്ടുണ്ട്. ഒരു വഴിക്ക് സൈക്കിൾ ആണെന്നപ്പോ എത്ര? 5 മണിക്കൂർ പ്ലസ് നടന്ന് സമം 12 മണിക്കൂർ. 2 വഴിക്കും സൈക്കിൾ ആണെങ്കിൽ 10 മണിക്കൂർ. അപ്പൊ ഒരു വഴിക്ക് സൈക്കിൾ ആണെങ്കിൽ 10/2 5 മണിക്കൂർ. സൈക്കിൾ പ്ലസ് നടന്ന് 12 മണിക്കൂറാണ്. അപ്പൊ സൈക്കിളിൽ ഒരു വഴിക്കോട്ട് എത്ര? 5 മണിക്കൂർ പ്ലസ് നടന്ന് 12 മണിക്കൂർ. അപ്പൊ നടന്നുള്ളതിനെ കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരു വഴിക്കോട്ട് നടന്ന് ഈ 12ന്ന് 5 കുറച്ചാൽ മതി 7 മണിക്കൂർ. ഒരു വഴിക്കോട്ട് നടന്നാന്ന് 7 മണിക്കൂർ. അപ്പൊ 2 വഴിക്കും നടന്നാണെങ്കിൽ 7 × 2 14 മണിക്കൂർ കിട്ടും. ചോദ്യം നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്കൊരു കൃത്യങ്ക നിയമമുണ്ട്. A⁻m the whole raised to n എന്ന് പറയാം A⁻m × n എക്സ്പോണൻഷ്യൽ തിയറി. ഇവിടെ നമ്മളെ 32നെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁵5 ആണ് 30. 2⁵5 the whole raised to -1/5 മൈനസ് ഇവിടെ 27നെ നമുക്ക് എങ്ങനെ എഴുതാം? 3³ ആണ്. 3³ the whole raised to -2/3 സമം A⁻m the whole raised to n സമം A⁻m × n കൃത്യങ്ക നിയമം. ഇത് നമുക്ക് അതുകൊണ്ട് ഇൻറ്റു ചെയ്യാം പവേഴ്സ്. 5 × -1/5 -3⁻3 × -1 ഈ 5 കട്ട് ചെയ്യുക. ഈ 3 കട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ എന്തുണ്ട്? 2⁻1 3⁻2 2⁻1 എന്ന് പറഞ്ഞാല് 1/2. A⁻n എന്ന് പറഞ്ഞാല് 1/A⁻n എന്ന് എഴുതാം. താഴെ പോകുമ്പോ 2⁻1 എന്നാകും. -1/3². അതായത് 1/2 -1/9. അപ്പൊ ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 1 × 9 -1 × 2/2 × 9. അതായത് 9 - 2 എത്ര? 7. 1 × 9 9. 9 - 2 7. 7/18 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ ഇത് എങ്ങനെയുള്ള ശ്രേണിയാന്ന് നോക്കാം. ഇതൊരു സമാന്തര ശ്രേണിയല്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം ഒരുപോലെ ആണെങ്കിൽ സമാന്തര ശ്രേണി AP ആണ്. ഇവിടെ GP ആണ്. GP അതായത് ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുമ്പോൾ
ഹരിക്കുന്നത് ഇത് രണ്ടും കൂടെ ഹരിക്കുന്നതും തമ്മിൽ തുല്യമായിട്ട് വേണം. പൊതുഗുണിതം കോമൺ റേഷ്യോ, അതായത് ഇതൊരു പൊതുഗുണിതമാണ്. 5 20/7 80/40 ഇങ്ങനെ കണ്ടുപിടിക്കാം. R = 20/7 ഡിവൈഡഡ് ബൈ 5. 5 എന്ന് പറഞ്ഞാൽ 5/1, അതായത് 20/7 × 1/5, അതായത് 4/7 എന്ന് കിട്ടും. ഇനി അടുത്ത ടേം നോക്കാം. ഈ മൂന്നാമത്തെ ടേമിനെ രണ്ടാമത്തെ ടേം കൊണ്ട് ഹരിച്ച് നോക്കാം. പൊതുഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ. 80/49 ഡിവൈഡഡ് ബൈ 20/7. 80/49 × 7 തിരിച്ചിട്ട് ഗുണിക്കും. 7/20 7 24. അപ്പൊ 4/7 എന്ന് കിട്ടും. അതായത് രണ്ടാമത്തെ പദത്തിനെ ആദ്യത്തെ പദം കൊണ്ട് ഹരിക്കുമ്പോൾ 4/7 കിട്ടും. അതുപോലെ മൂന്നാമത്തെ പദത്തിനെ രണ്ടാമത്തെ പദം കൊണ്ട് ഹരിക്കുമ്പോൾ അതും 4/7 കിട്ടും. അപ്പൊ ഇവിടെ ഒരു GP ആണ്, ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്, സമഗുണിത പ്രോഗ്രഷൻ ആണ്. ഇവിടെ 4/7 എന്ന് പറഞ്ഞാല് 1-നേക്കാൾ കുറവാണ്. പൊതുഗുണിതം 1-നേക്കാൾ കുറവായാൽ നമുക്കൊരു ഫോർമുല ഉണ്ട്. ഇതിന്റെ സമ്മ ചോദിച്ചേക്കുന്നത്. തുക കാണാൻ എന്ത് ചെയ്യണം? ഈക്വൽ ടു A/1 - R. A/1 - R. ഇവിടെ GP ആണ്. A/1 - R. A എന്ന് പറയുന്ന ആദ്യ പദം സമം 5/1 - R. R എന്ന് പറയുന്നത് 4/7. 1 - 4/7. 1-ന് വരെ നമുക്ക് 7/7 - 4/7 എന്ന് എഴുതാം. ഇവിടെ ഛേദം എങ്ങനെയാണോ അതിനനുസരിച്ച്. ഇവിടെ 8 ആയിരുന്നെങ്കിൽ 8/8 എന്ന് എഴുതാം. സമം 5/7/7 - 4/7 എന്ന് പറയാൻ രണ്ടും ഛേദം തുല്യമാണ്ട് 7 - 4/7 5/3/7. അപ്പൊ അത് തിരിച്ചിട്ട് ഗുണിക്കും. 5 × 7/3 35/3 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മിനിറ്റ് സൂചി തിരിഞ്ഞ് ഇവിടെ 45 മിനിറ്റ് ആകുമ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രിയാണ്. അതായത് 1 യൂണിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പൊ 1 മിനിറ്റ് 1 യൂണിറ്റ് 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് 30 ഡിഗ്രി ആണെങ്കിൽ 5 മിനിറ്റ് 1 യൂണിറ്റ് ഇത്ര ഇവിടെ മുതൽ ഇവിടെ വരെ 30 മിനിറ്റ് ആണ്. അപ്പൊ 1 മിനിറ്റ് 30/5, അതായത് 1 മിനിറ്റില് എത്ര ഡിഗ്രിയാണ്? 6 ഡിഗ്രി. അങ്ങനെയാണ് 45 മിനിറ്റിലെ തീറ്റ കാണാൻ, ആംഗിൾ അളവ് കാണാൻ എന്ത് ചെയ്യണം? തീറ്റ സമം 45 × 6, അതായത് 270 വരും. ഒരു ഫോർമുല ഉണ്ട്. ഇതാണ് ചാപം, ആർക്ക്. ഇത്രയും ദൂരമാണ് പോകുന്നത്. ദൂരം കാണാൻ ഇവിടെ ഒരു ഫോർമുല ഉണ്ട്. πL/180. അതായത് പൈ എന്ന് പറയാൻ 3.14. ഈ ചാപത്തിന്റെ നീളം, ഈ ആർക്കിന്റെ നീളം അത്രയും ദൂരമാണ് ഇത് സഞ്ചരിച്ച് വരുന്നത് 45 മിനിറ്റ് ആകുമ്പോൾ. പൈ × L എത്ര? 2 സെന്റിമീറ്റർ, 2 ലെങ്ത് × 270/180. അപ്പൊ ഇത് കട്ട് ചെയ്യാം. 9 വെച്ച് 9/3 9/2. അതായത് നമുക്ക് എന്ത് കിട്ടും? 9.42 കിട്ടും. 9.42 കിട്ടും. πL θ, അതായത് പൈ 3.14 × ലെങ്ത് എത്ര? 2 സെന്റിമീറ്റർ. തീറ്റ ഇവിടെ കണ്ടുവച്ചു. 1 മിനിറ്റില് 6 ഡിഗ്രിയാണ്. അതായത് 1 യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറയാൻ 30 മിനിറ്റ് ആണ്. അപ്പൊ 5 മിനിറ്റ് 30 ഡിഗ്രി. 1 യൂണിറ്റ് 30 ഡിഗ്രി, അതായത് 5 മിനിറ്റ് ആണ്. ഇത്രയും 5 മിനിറ്റ്, അടുത്ത 5 മിനിറ്റ്. അപ്പൊ 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പൊ 1 മിനിറ്റ് 30/5 6 ഡിഗ്രി. 1 മിനിറ്റിൽ 6 ഡിഗ്രിയാ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 45 മിനിറ്റ് കാണാൻ 45 × 6 270 കിട്ടും. തീറ്റ കിട്ടി. ഒരു ഫോർമുല ഉണ്ട്. ഇത് ചാപമാണ്, ആർക്കാണ്. ആർക്ക് എത്ര ദൂരം സഞ്ചരിച്ചെന്നറിയാം. വൃത്തത്തിന്റെ ഭാഗമായിട്ട് വരും. വൃത്താകൃതി. πL θ/180. തീറ്റ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ പൈ 3.14 പൈയുടെ വില × ലെങ്ത് എത്ര? 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സെന്റിമീറ്റർ സൂചിയുടെ നീളം × തീറ്റ നമ്മൾ കണ്ടുവച്ചു 270/180. 0 കട്ട് ചെയ്ത് 9 2 9 3. ഇവിടെ 2 1.57 × 6 9.42 കിട്ടും. ഓപ്ഷൻ സി ആണ്. കൂട്ടുപലിശാക്രമത്തിലാണെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. 2 വർഷത്തിന് ശേഷം ലഭിക്കുന്ന എത്ര വർഷത്തിന് ശേഷമാണ്? A = P × 1 + R/100 n. എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ എണ്ണം. 2 P ആദ്യം നിക്ഷേപിച്ച തുക. ഇവിടെ 6 എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ് 6%. അർദ്ധവാർഷിക നിരക്കിലായതുകൊണ്ട് അതിന്റെ പകുതി എടുത്താൽ മതി. 6/2, അതായത് 3 കിട്ടും. ഇനി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5000 × 1 + 3/100. 6 3 വരും.
ഹോൾ റൈസ് ടു n 2. അതായത് 5000 ഇൻറ്റു ഇത് നമുക്ക് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100 ഇൻറ്റു 1 പ്ലസ് 3/100 ഹോൾ സ്ക്വയർ. അതായത് 5000 ഇൻറ്റു 100 ഇൻറ്റു 1 പ്ലസ് 3 103/100 ഹോൾ സ്ക്വയർ വരുമ്പോൾ 2 തവണ ഗുണിക്കുക. 103/100 ഇൻറ്റു 103/100 ചെയ്യാം. 103 ഇൻറ്റു 5/10. അതായത് 5304.5 കിട്ടും. ഇത് ഗുണിക്കുമ്പോൾ ഇത്രയും കിട്ടുക 53,045. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം മാറ്റി കൂട്ടണം. അതായത് 2 വർഷത്തിന് ശേഷം പലിശ മുതലും അടക്കം 5304.5 ഉണ്ട്. അപ്പോൾ ആദ്യം നിക്ഷേപിച്ചത് കുറച്ചാൽ പലിശ മാത്രം കിട്ടുന്ന തുകയായി ചോദിച്ചെങ്കിൽ ഇതാണ് ഉത്തരം. നമുക്ക് പലിശ ഇനത്തിൽ എത്ര കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ 5304.5 നിന്ന് 5000 കുറച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും? 304.5. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ അർദ്ധവാർഷിക നിരക്കില് പലിശ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 5000 രൂപ നിക്ഷേപിക്കുന്നു. 2 വർഷത്തിന് ശേഷം സുനിലിന് പലിശ അടക്കം എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ പി എന്ന് പറയുന്ന ആദ്യം നിക്ഷേപിച്ച തുക, എൻ എന്ന് പറയുന്നത് വർഷത്തിന്റെ എണ്ണം 2. ഇവിടെ വാർഷിക പലിശ നിരക്കാണ് 6%. അർദ്ധവാർഷികം എന്ന് പറയുന്നത് നേരെ പകുതിയാകത്തുള്ളൂ. ഒരു വർഷത്തിൽ 2 തവണ ഉള്ളതാണ് 6%. അപ്പോൾ അതിന്റെ പകുതി എടുക്കണം. 6, 3. അതായത് ഈ ഫോർമുല വെച്ച് തുക കണ്ടുപിടിക്കുക. I = P × 1 + R/100 ഹോൾ റൈസ് ടു n. പി എത്രയാണ്? 5000 വില കൊടുക്കുക. ഇൻറ്റു 1 + 6. അർദ്ധവാർഷികം ആയതുകൊണ്ട് നേരെ പകുതി വരും. 6ന്റെ പകുതി 3. 3/100 ഹോൾ റൈസ് ടു n വരെ 2 വർഷം. ഇത് 100 ഇൻറ്റു 1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ. 100 ഇൻറ്റു 1 പ്ലസ് 3/100 5000 ഇൻറ്റു ഹോൾ സ്ക്വയർ. 5000 ഇൻറ്റു 103/100 ഇൻറ്റു 103/100. ഇത് എല്ലാം ചെയ്യുമ്പോൾ 5304 രൂപ 50 പൈസ. ആദ്യം നിക്ഷേപിച്ചത് 5000 രൂപ. 10 പലിശ എത്ര? അപ്പൊ 2 വർഷത്തിന് ശേഷം തുക എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. ഇവിടെ പലിശയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 5304.5 ആദ്യം നിക്ഷേപിച്ചത് കുറയ്ക്കണം. ഇത് പലിശ അടക്കമുള്ള തുകയാണിത്. മൊത്തം എത്ര കിട്ടും? അപ്പോൾ പലിശയും തുകയും കൂടാണ്. 5304.5 5000 കുറച്ചാൽ 304.5. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വ്യാപാരി വാങ്ങിയ വിലയുടെ 8% ലാഭത്തിന് വിറ്റു. വിറ്റത് 1080 രൂപയാണെങ്കിൽ ലാഭശതമാനം എത്രന്നാ ചോദിച്ചേക്കുന്നത്. ലാഭശതമാനം അതായത് 8/1 ശതമാനം കണ്ടാൽ മതി. 8/1 ഗുണം 100. ഒരു ഫ്രാക്ഷന്റെ ശതമാനം കാണണേ 100 ഇട്ട് ഗുണിച്ചാൽ മതി. അതായത് 100/8. 100നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 12/8 12.5 വരും. 12.5%. ഇതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ വിറ്റ വിലയൊക്കെ തന്നിട്ടുണ്ട്. അത് വെച്ച് ചെയ്യണമെന്നില്ല. ലാഭശതമാനം എന്ന് പറയുന്നത് വാങ്ങിയവിലയുടെ 8/1. 8/1 എന്ന് പറയാൻ 8/1 ഒരു ഫ്രാക്ഷന്റെ ശതമാനം കാണാൻ ആ ഫ്രാക്ഷനെ 100 ഇട്ട് ഗുണിക്കുക. അതായത് 12.5. 12.5%. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു. 5 കൊല്ലം മുമ്പ് അമ്മയുടെ വയസ്സ് കുഞ്ഞിന്റെ വയസ്സിന്റെ 7 ഇരട്ടിയായിരുന്നു. ഇന്ന് 4 ഇരട്ടിയാണെങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് ഇന്ന് എത്രയാണെന്ന് 4 ഇരട്ടിയാണ്. അപ്പൊ ഈ ഓപ്ഷനിൽ 4ന്റെ ഗുണിതമായിട്ടുള്ള ഏതാന്ന് നോക്കുക. 40 മാത്രമേ ഉള്ളൂ. 4ന്റെ ടേബിളിലും കിട്ടുന്ന ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പൊ ഇന്ന് 40 വയസ്സാണെങ്കിൽ 40 ഓപ്ഷൻ എ 40. അപ്പൊ 5 വർഷം മുമ്പ് എത്ര വയസ്സായിരിക്കും? 40ൽ നിന്ന് 5 പോകെ 35. 35 7ന്റെ ഗുണിതമാണ്. 5 വർഷം മുമ്പ് അമ്മയുടെ വയസ്സ് കുഞ്ഞിന്റെ വയസ്സിന്റെ 7 ഇരട്ടി എന്നാണ് 7ന്റെ ഗുണിതം. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം 40. എ ഒരു ജോലി x ദിവസം കൊണ്ടും ബി അതേ ജോലി y ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുമെങ്കിൽ എയും ബിയും കൂടി A+B ആ ജോലി എത്ര ദിവസം രണ്ടുപേരും കൂടി ഒരുമിച്ചെന്ന് ചോദിച്ചാൽ x × y / x+y. ഇവിടെ അനില് 12 ദിവസം കൊണ്ടും ബാബു 20 ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുന്നു. അപ്പൊ അത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് രണ്ടും കൂടെ ഹരിച്ചാൽ മതി. x × y / x+y 12 × 20 / 12 + 20.
240/32 8 വെച്ച് കട്ട് ചെയ്യാം. 30 3 26 ബൈ 2 30/4 30/4 എന്ന് പറഞ്ഞാൽ അത് ഒന്നും കൂടെ കട്ട് ചെയ്യാം. 15 2 30 15/2 15ന്റെ പകുതി അതായത് 7.5 ദിവസം വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അല്ലെ 15നെ 2 കൊണ്ട് ഹരിക്കുക. 2 7 14 ശിഷ്ടം 1. അപ്പോൾ ഇവിടെ മിശ്രഭിന്നമായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഹരണഫലം ആദ്യം എഴുതുക, ശിഷ്ടം മുകളിൽ എഴുതുക. എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ 2 കൊണ്ട്. വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കുക. 15/2 എന്ന് പറഞ്ഞാൽ 15നെ 2 കൊണ്ട് ഹരിക്കുക. അല്ലെ 15ന്റെ പകുതി 7.5 അതങ്ങ് എഴുതിയാൽ മതി. 7 7 15 2 2 7 14 ശിഷ്ടം 1. ഇവിടെ ഹരണഫലം എത്ര വന്നു? 7. ശിഷ്ടം എത്ര വന്നു? മുകളിൽ എഴുതും 1. എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ 2 കൊണ്ട്. 7 2 തന്നു. അല്ലെങ്കിൽ 15/2 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എഴുതാം 15ന്റെ ഹാഫ് എത്രയാണ്? 7.5 ദിവസം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വ്യാപാരി വാങ്ങിയ വിലയുടെ 8% ലാഭത്തിന് വിറ്റു. വിറ്റത് 1080 രൂപയാണെങ്കിൽ ലാഭശതമാനം എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത്. ലാഭശതമാനം അതായത് 8/1 ശതമാനം കണ്ടാൽ മതി. 8/1 ഗുണം 100. ഒരു ഫ്രാക്ഷൻ്റെ ശതമാനം കാണണേ 100 ഇട്ട് ഗുണിച്ചാൽ മതി. അതായത് 100/8. 100നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 12 8 96 4.08 12.5 വരും. 12.5%. ഇതാണ് ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ വിറ്റ വിലയൊക്കെ തന്നിട്ടുണ്ട്, അത് വെച്ച് ചെയ്യണമെന്നില്ല. ലാഭശതമാനം എന്ന് പറയുന്നത് വാങ്ങിയവിലയുടെ 8/1. 8/1 എന്ന് പറയാൻ 8/1 ഒരു ഫ്രാക്ഷൻ്റെ ശതമാനം കാണാൻ ആ ഫ്രാക്ഷനെ 100 ഇട്ട് ഗുണിക്കുക. അതായത് 12.5 12.5%. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.